കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് മണ്ടന്മാരായ രണ്ട് കുരങ്ങന്മാരുടെ കഥ കേൾക്കാം. പണ്ട് ഒരു കാട്ടിൽ രണ്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും കൂടെ കാട്ടിൽ കളിച്ചു നടക്കുമ്പോൾ ഒരു കുരങ്ങന് ഒരു പഴം കിട്ടി. പഴം കിട്ടിയ കുരങ്ങൻ പറഞ്ഞു, ഇത് എനിക്ക് കിട്ടിയ പഴമാണ്, അപ്പോൾ ഇത് എനിക്കുള്ളതാണ്. അത് കേട്ട് മറ്റേ കുരങ്ങൻ പറഞ്ഞു, അല്ല, ഞാനാണ് ആദ്യം കണ്ടത്, അതുകൊണ്ട് ഈ പഴം എനിക്ക് വേണം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പഴത്തിനു വേണ്ടി അടിപിടിയായി. അപ്പോഴാണ് ഒരു കുറുക്കൻ അതുവഴി വന്നത്. കുരങ്ങന്മാർ അടികൂടുന്നത് കണ്ട് കുറുക്കൻ അങ്ങോട്ട് ചെന്നു. എന്താ ഇവിടെ പ്രശ്നോ? എന്തിനാ ഇവിടെ അടികൂടുന്നു നിങ്ങള്? കുറുക്കൻ ചേട്ടാ, ഞങ്ങള് കാട്ടിലൂടെ കളിച്ചു വരുമ്പോ ഇവിടെ ഒരു പഴം കിടക്കുന്നത് കണ്ടു. ഞാനാണ് ആദ്യം കണ്ടത്. പക്ഷെ ഇവൻ ഈ ചാടി മറിഞ്ഞു, പെട്ടെന്ന് എടുത്തു. ഞാനല്ലേ കുറുക്കൻ ചേട്ടാ പഴം ആദ്യം കണ്ടത്, എനിക്കല്ലേ ഈ പഴം തരേണ്ടത്? അല്ല കുറുക്കൻ ചേട്ടാ, ഞാനാണ് കണ്ടത്, ഞാനാണ് പെട്ടെന്ന് ചാടിയെടുത്തത്. ഈ പഴം എനിക്ക് തന്നെ വേണം. ശരി, മനസ്സിലായി. എന്തിനാ കുട്ടികളെ നിങ്ങൾ വെറുതെ കാട്ടിൽ കിടന്ന് തല്ലുകൂടുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം. ഈ പഴം രണ്ടായി പകുതിയാക്കി നിങ്ങൾക്ക് തരാം. നിങ്ങൾ രണ്ടുപേരും കഴിച്ചോളൂ. സമ്മതിച്ചോ? ശരി കുറുക്കൻ ചേട്ടാ, എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ പഴം പങ്കിട്ടെടുത്തോളാം. ശരി, പഴം ദാ, ഞാനിത് രണ്ടായി മുറിച്ചു തരാം. ശരി, ഇതാ പഴം. എനിക്ക് കിട്ടിയ പഴം ചെറുതാണല്ലോ, അവന് കിട്ടിയത് വലുത്. അത് പറ്റില്ല, എനിക്ക് വലുത് വേണം. അത് പറ്റില്ല, എനിക്ക് കിട്ടിയ പഴം എനിക്ക് തന്നെ വേണം. ഞാനിത് എടുക്കും. ശരി, ഞാനിത് ശരിയാക്കി തരാം. അയ്യോ, ഇതാ വീണ്ടും പഴം ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതുമാണ്. വീണ്ടും തെറ്റിയല്ലോ. ശരി, ഞാനിപ്പോൾ ശരിയാക്കാം. അയ്യോ, വീണ്ടും പഴം ഒരെണ്ണം ചെറുതായി പോയി. ആണോ? ശരി, ഞാനിപ്പോൾ റെഡിയാക്കാം. അയ്യോ, പഴം തീർന്നു പോയല്ലോ. കുറുക്കൻ ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചു അല്ലേ? മണ്ടന്മാരെ, ആ പഴം നിങ്ങൾക്ക് തന്നെ പങ്കുവെച്ചെടുക്കാമായിരുന്നില്ലേ? വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ നിങ്ങൾ വഴക്കു കൂടിയത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്കിങ്ങനെ മണ്ടത്തരം പറ്റിയത്. കൂട്ടുകാരെ കണ്ടില്ലേ? വെറുതെ ആവശ്യമില്ലാതെ വഴക്ക് കൂടിയത് കാരണം അവർക്ക് ആ പഴം നഷ്ടമായത്. സൂത്രശാലിയായ കുറുക്കൻ അത് തക്കത്തിൽ തട്ടിയെടുത്തത് കണ്ടോ? ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരസ്പരം തല്ലുകൂടിയാൽ അത് കുറുക്കനെ പോലെ വേറെ ആരെങ്കിലും മുതലെടുക്കും. അപ്പോ ശരി, ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കുഞ്ഞു കഥയുമായി വീണ്ടും വരാം. ബൈ.